നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. ഒന്നുകൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. അനാദികാല നിത്യതയിൽ അനന്തകോടി ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരുന്ന ക്രിസ്തു, സർവസൃഷ്ടിക്കും ആദിജാതനായ ക്രിസ്തു, മഹോന്നതങ്ങൾ വിട്ടി മഹനീതലത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു, അവൻ ഗോശാല മുതൽ ഗോൽഗോഥ വരെയും കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെയും അനുഭവിച്ച പങ്കപ്പാടുകൾ മാനുഷിക നാവാൽ അവണന്യമാണ്. പലവട്ടം വിശന്നു വലഞ്ഞു, പലവട്ടം ദാഹിച്ചു വലഞ്ഞു. ഒടുവിൽ ലക്സമനായുടെ വേദനയിൽ അവൻ്റെ വിയർപ്പ് തുള്ളികൾ പോലും നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളിക്ക് സമാനമായി മാറി. താൻ സൃഷ്ടിച്ച ഈ ഭൂവിൽ ഒരഗതിയെപ്പോലെ വന്നു പാർത്ത് കൂടുതേറി പടവജാലവും കുഴിതേടി കുറുനെറിയും പോയപ്പോൾ തലചായ്പാൻ ഒരിടമില്ലാതെ സ്വന്തം തോളിന്മേൽ തലചായ്ച്ചുകൊണ്ട് കാൽവോറിയിൽ പിടഞ്ഞു മരിച്ച നസ്രയനായ യേശു ക്രിസ്തു. ഈ ക്രിസ്തു ആരാണ്? ക്രിസ്തു ദൈവമാകുന്നുവോ? ദൈവമായിരുന്നെങ്കിൽ ക്രിസ്തു എന്തിന് ജഡാവതാരമെടുത്തു? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് മാനവജാതിക്ക് എന്ത് ഗുണമുണ്ടായി? അത്ഭുതങ്ങൾ ചെയ്ത് അതിശയങ്ങൾ ചെയ്ത് യെരൂശലേമിലൂടെ നടകൊണ്ട നസ്രയനായ യേശു ക്രിസ്തുവിനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു, കാറ്റും കടലും കൂടെ ഇവന് കീഴടങ്ങുന്നല്ലോ, ഇവൻ ആർ? ഉത്തരം അവർ തന്നെ കണ്ടുപിടിച്ചു. ചിലർ പറഞ്ഞു ഇവൻ മറിയുടെ മകനാണ്, ചിലർ പറഞ്ഞു ഇവൻ യോസഫിന്റെ മകനാണ്, ചിലർ പറഞ്ഞു ഇവൻ തച്ചക്കൊച്ചനാണ്, ചിലർ പറഞ്ഞു ഇവൻ ശാസ്ത്രം പഠിക്കാത്തവനാണ്, മറ്റു ചിലർ പറഞ്ഞു ഇവന് ഭ്രാന്തനാണ്, ചിലർ പറഞ്ഞു ഇവനെ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്. എന്നാൽ അവരുടെ ഇടയിൽ ദർശനം പ്രാപിച്ച ഒരുവനുണ്ടായിരുന്നു. അവനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ യേശുവിനെ ചൂണ്ടി പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപഭാരം ചോദിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പോകുന്നു. ദർശനം പ്രാപിക്കാത്തവൻ യേശു മറിയുടെ മകനാ, ശാസ്ത്രം പഠിക്കാത്തവനാ, തച്ചക്കൊച്ചനാ. എന്നാൽ ദർശനം പ്രാപിച്ചവൻ യേശു ലോകത്തിന്റെ പാപഭാരം ചോദിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ആ കാലത്തെന്ന പോലെ ഇക്കാലത്തും അവിടെയും ഇവിടെയും നിന്ന് അവരും ഇവരുമൊക്കെ യേശു കർത്താവിനെ കുറിച്ച് അതും ഇതുമൊക്കെ വിളിച്ചു പറയുന്നു. ചിലർ പറയുന്നു യേശു ഒരു വിപ്ലവകാരി, ചിലർ പറയുന്നു മതസ്ഥാപകൻ, ചിലർ പറയുന്നു മറ്റ് മത നേതാക്കളെപ്പോൾ നേതാവ്. ലോകത്തിന്റെ 5 വൻകരയിൽ നിങ്ങൾ ചെല്ലൂ, വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കോടാനുകോടി ദൈവമക്കൾ പറയും, നിങ്ങൾ പറയുന്ന ശാസ്ത്രം പഠിക്കാത്തവൻ, നിങ്ങൾ പറയുന്ന വിപ്ലവകാരി, അവൻ ഞങ്ങളുടെ രക്ഷിതാവാണ്, അവൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ ഞങ്ങളുടെ കർത്താവാണ്. ഇത് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. ഒന്നുകൂടെ കൈ ഒന്ന് അടിച്ച് വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! അവന്റെ പ്രാണപ്രിയൻ, അവന്റെ രക്ഷിതാവ്, അവന്റെ കർത്താവ്. സ്തോത്രം. ഈ രാത്രിയിൽ ലോകത്തിന്റെ വിളി കേട്ട് നാം തളരരുത്, ദൈവത്തിന്റെ വിളി കേട്ട് നാം ശക്തിപ്പെടണം. ഈ ദൈവമക്കളെ ലോകം വിളിച്ച പല വിളികളുണ്ട്, വിശേഷിച്ച് ദൈവദാസന്മാരെ വിളിച്ച വിളി കേൾക്കണോ? കഷ്ടപ്പെടുന്നവർ, വാക്യം പറയാൻ നേരമില്ല, കണി, ചതിയന്മാർ, മറിപ്പന്മാർ, കലഹിപ്പിക്കുന്നവർ, ബാധ, വിടുവായന്മാർ, ഭ്രാന്തന്മാർ, ഭോഷന്മാർ, പഠിപ്പില്ലാത്തവർ, ദൈവദാസന്മാരെ ലോകം വിളിച്ചതാണ്. എന്നാൽ ദൈവം വിളിച്ചു, ഇതാ എൻ്റെ ദാസൻ, എൻ്റെ വൃതൻ. ഹല്ലേലൂയ! അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മനുഷ്യൻ, രക്ഷാമാർഗം ഉപദേശിക്കുന്നവർ, പലരുടെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, ഏറ്റവും പ്രിയ പുരുഷൻ. ഈ രാത്രിയിൽ മനുഷ്യന്റെ വിളി കെട്ട് നീ തളരരുത്, ദൈവത്തിന്റെ വിളി കെട്ട് ശക്തിപ്പെടുക. ഒന്നുകൂടെ കൈയടിച്ചേ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. മൗനമായിരിക്കരുത്, എല്ലാവരും കർത്താവിനെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ! യേശുക്രിസ്തു ആരാണ്? മനുഷ്യനാണോ ദൈവമാണോ? വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1:1. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. റോമാലേഖനം 9:5. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവ്വത്തിനു മീതെ പറഞ്ഞാട്ടെ മഹാദൈവം തന്നെ. തിത്തോസിന്റെ ലേഖനം 2:11. മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു. ലോകത്തിൽ 2ാം സ്ഥാനം വരുന്ന മുസ്ലിം മതസ്ഥരും യഹോവ സാക്ഷികൾ എന്നൊരുതരം സാക്ഷികളും യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നു. അവർ പറയുന്നു യേശു പല ഗുരുക്കന്മാരിലൊരു ഗുരു, പല നേതാക്കളൊരു നേതാവ്, പല പ്രവാചകരൊരു പ്രവാചകൻ. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു ദൈവമാണ്. ഹല്ലേലൂയ! അവൻ ദൈവാദി ദൈവമാണ്, അവൻ കർത്താദി കർത്താവാണ്. നോക്കുക, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നോക്കൂ, ശ്രദ്ധിച്ചു കേൾക്കണം. കൊലോസ്യ ലേഖനം വായിച്ചാട്ട് പാസ്റ്റർ സാബു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും
ദേഹരൂപമായി വസിക്കുന്നത്. വായിച്ചാട്ട് ക്ലിയർ ആയിട്ട്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. വളരെ കുറച്ച് ദൈവമക്കളെ ഇവിടെ ഉള്ളൂ, കുറച്ച് ചെറുപ്പക്കാരേ ഉള്ളൂ. നിങ്ങളും ഇത് മനസ്സിലാക്കണം. യേശുക്രിസ്തു ദൈവം ചുമ്മാതെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കാരണക്കാരനെ സഹിതം പഠിപ്പിക്കാൻ പോകുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ആരിൽ? അയ്യോ ഒന്ന് പറ. വന്നപ്പം വരെ ഞാൻ നോക്കുക, ഞാനങ്ങ് സഹിച്ചു വയ്ക്കുക. ഇവിടെ ചിലവ് കഴിഞ്ഞാൽ എൻ്റെ മട്ടം മാറും. ജീസസ് എന്ന് വാ തുറന്ന് പറയുന്നു തൻ്റെ ഇടത്തോടെ. കൈ ഉയർത്തി പറ യേശു എന്ന് പറ. കൈ അടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് യേശു. യേശു എന്ന് പറഞ്ഞ ഒരു ശക്തിയാ. ജീസസ് എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയാ. കാരണം അവന്റെ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മട നാമമാണ്. തുല്യം ചൊല്ലാത്ത നാമമാണ്. ആരാധനയ്ക്ക് വന്ന സ്തോത്രം പറഞ്ഞിട്ടൊക്കെ ഇരുന്നോണം. സ്തോത്രം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണത? പുറത്തന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. ദൈവം ദൈവമാകണമെങ്കിൽ ദൈവത്തിന് മാത്രമുള്ളതും മറ്റാർക്കുമില്ലാത്തതുമായ 4 സ്വഭാവ ഗുണങ്ങളുണ്ട്. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻസ് ഓഫ് ഗോഡ്. ഇനി ഞാൻ പറയുന്ന 4 സ്വഭാവ ഗുണങ്ങൾ ആരിലുണ്ടോ അയാൾ ദൈവമാണ്. അതില്ലാത്തവൻ ദൈവമല്ല. നിങ്ങളാരേലും ദൈവം എന്ന് വിളിച്ചതിന് ഞാൻ ഉത്തരവാദിയൊന്നുമല്ല. ദൈവം ദൈവമാകണമെങ്കിൽ ഒന്ന്, ദൈവത്തെ ആരും നിർമ്മിച്ചതാകരുത്. ദൈവം സ്വയഭൂ ആയവൻ, അതിനേക്കാൾ നല്ലത് സ്വയാസ്തിത്വമുള്ളവനായിരിക്കണം. ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവ വ്യാപി ആയിരിക്കണം. പിന്നെ ഞാൻ വിവരിക്കാം. 3, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവ ജ്ഞാനി ആയിരിക്കണം. ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവശക്തൻ ആയിരിക്കണം. ഒന്നുകൂടെ പറയാം. ദൈവം ദൈവമാകണമെങ്കിൽ ദൈവത്തെ ആരും നിർമ്മിച്ചതാകരുത്. ദൈവം സ്വയാസ്തിത്വമുള്ളവനും താനായി തന്നെ നിലനിൽക്കുന്നവനായിരിക്കണം. വേദപുസ്തകത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന പേരുകൾ വളരെ എബ്രായ ഭാഷയിൽ എലോഹീം എന്ന് പറഞ്ഞാൽ നിത്യനായവൻ. സ്തോത്രം. ആദ്യന്തമില്ലാത്തവൻ. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്ന എങ്ങനെയാ സഹോദരങ്ങളെ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ മനുഷ്യനല്ല, ആദിയിൽ മതങ്ങളല്ല, ആദിയിൽ ദൈവം. ഒരു പാട്ടുണ്ട് മലയാളത്തിൽ, യേശുദാസ് പാടിയത്. ഈ യേശുദാസ് അല്ല. സ്തോത്രം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ചേർന്ന് ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കിട്ടു. ശരിയാ. ഇവിടുത്തെ പല ദൈവങ്ങളെക്കുറിച്ചും ശരിയാ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങൾ നിർമ്മിച്ച ദൈവമല്ല. ആദിയിൽ ദൈവം. ആദിയിൽ മനുഷ്യനല്ല. എപ്പോഴാ ആദി? അനാദി നിർണയം കാലങ്ങൾക്ക് മുമ്പ്. അതിന് തുടക്കമില്ല. അതാണ് എവർലാസ്റ്റിംഗ് ഗോഡ്, നിത്യനായ ദൈവം, പുരാതനായ ദൈവം, ഏൻഷ്യന്റ് ഓഫ് ഏജസ്, പുരാതനനായ ദൈവം. അവൻ ആദ്യന്തമില്ലാത്തവനാണ്. പിന്നെ മനസ്സിലാക്കി തരാം. അപ്പോൾ ഒന്ന്, ദൈവത്തെ ആരും നിർമ്മിച്ചതാകരുത്. ദൈവം സ്വയഭൂവയവൻ, സ്വയാസ്തിത്വമുള്ളവനായിരിക്കണം. 2, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവജ്ഞാനി ആയിരിക്കണം. എന്തിനാണ് ദൈവം സർവജ്ഞാനിയാകേണ്ടത്? ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കും, തമിഴൻ തമിഴിൽ പ്രാർത്ഥിക്കും, തെലുങ്കൻ തെലുങ്കിൽ പ്രാർത്ഥിക്കും, അറബി അറിയാവുന്നവൻ അറബി പ്രാർത്ഥിക്കും, കന്നഡ അറിയാവുന്നവൻ കന്നഡ പ്രാർത്ഥിക്കും, ഹീബ്രു അറിയാവുന്നവൻ ഹീബ്രു പ്രാർത്ഥിക്കും. ഇതെല്ലാം ദൈവം തമ്പുരാൻ കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ദൈവം തമ്പുരാൻ തിരിയണം. തിരിഞ്ഞാൽ മാത്രം പോരാ, അറ്റ് പ്രസന്റിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം. അങ്ങനെയാണ് ദൈവം ആരായിരിക്കണം? സർവജ്ഞാനി. ഇവിടെ 5000-ത്തിലധികം ഭാഷയുണ്ട്. ഭാഷയില്ലാത്ത, ലിപികളില്ലാത്ത ഭാഷകളുമുണ്ട്. ഇതെല്ലാം അറിയാവുന്ന ആരാ ഉള്ളത്? അറിവില്ല. അപ്പോൾ ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവജ്ഞാനിയായിരിക്കണം. എല്ലാ ഭാഷയും അറിയണം. അതുപോലെ സർവ്വവ്യാപിയായിരിക്കണം. അറ്റ് പ്രസന്റിൽ ഇറങ്ങണം. ഉഗാണ്ടയിൽ നിന്ന് ഒരുവൻ പ്രാർത്ഥിക്കും, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പ്രാർത്ഥിക്കും, കെനിയയിൽ നിന്ന് പ്രാർത്ഥിക്കും, കൊറിയയിൽ നിന്ന് പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, പ്ലെയിനിൽ വെച്ച് പ്രാർത്ഥിക്കും, ഹെലികോപ്റ്ററിൽ വെച്ച് പ്രാർത്ഥിക്കും, ബസ്സിൽ വെച്ച് പ്രാർത്ഥിക്കും, ട്രെയിനിൽ വെച്ച് പ്രാർത്ഥിക്കും, പിന്നെ കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കും, ആംബുലൻസിൽ വെച്ച് പ്രാർത്ഥിക്കും. അറ്റ് പ്രസന്റിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നോ അവിടെ ദൈവം ഇറങ്ങി വരണം.
അതുകൊണ്ടാണ് ദൈവം സർവ്വവ്യാപി. അല്ലാതെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ് പിടിച്ച് അവിടെ പോകുന്ന ആളല്ല. ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ പോവാ. നോ, ഇന്ന് ലോകത്തെവിടെല്ലാം യോഗങ്ങൾ നടക്കുന്നോ അവിടെയെല്ലാം നടുവിൽ ദൈവമുണ്ട്. ഞങ്ങളുടെ ദൈവം. ഒന്ന് ശക്തിയോടെ കരടിച്ചേ മനസ്സിലാക്കി തരാം. കുഞ്ഞുങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണം. സർവജ്ഞാനിയായിരിക്കണം ദൈവം. അതെ, ഭാഷ അറിയില്ല എന്നെ പറ്റുമെന്ന് പറയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്, ഇന്നത്തെ കാര്യമല്ല. എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണ്. ഒരു പാവപ്പെട്ട ദൈവദാസൻ, ദൈവം വലിയ ജ്ഞാനിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹം പലരോട് പറഞ്ഞു അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ ഒരു വിസ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് ഒരു വിസ എടുത്ത് കൊടുത്തു. അന്നത്തെ കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ വിസ കിട്ടുന്ന വലിയ പാടാണ്. അദ്ദേഹത്തിന് കിട്ടിയ വിസ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു വിസയാണ് കിട്ടിയത്. ഈ പാവപ്പിടിച്ചനോട് പറഞ്ഞു, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയതുകൊണ്ട് ഒരു കോട്ടും ടൈയൊക്കെ ഇടണമെന്ന് പറഞ്ഞു. കോട്ടും ടൈ ഇട്ടപ്പോഴേ പുള്ളി വറയ്ക്കാൻ തുടങ്ങി. ഇന്നത്തെ പോലല്ല അന്നത്തെ അറബി. അന്ന് ഇതിൽ കമ്പ്യൂട്ടറൊന്നും ഇല്ല. ചില്ലുകൂട്ടിലൂടെ നമ്മൾ ഈ പേപ്പറെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഞാനാണ്ട് 90 വിദേശയാത്ര തുടങ്ങിയാലും അവന് ഇഷ്ടപ്പെട്ടില്ല, എടുത്ത് ഒന്നും കൊണ്ട് ഒറ്റ ഏറെറിയും. അന്നത്തെ വിദ്യാഭ്യാസം ഒന്നും അന്നത്തെ കാലമാണ്. ഭയങ്കര വിറച്ചു പോകും. പുള്ളി കോട്ടും ഒക്കെ ഇട്ടപ്പം പുള്ളിയോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവിടെ ചെല്ലുമ്പോൾ അറബി ചോദിക്കുക എത്ര ആഴ്ചത്തേക്കാണ് വീസ എന്ന്. അപ്പം 1 വീക്ക് എന്ന് പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 1 വീക്ക് കാണാതെ പഠിക്കാൻ പറഞ്ഞു. പുള്ളി 1 വീക്ക് കാണാതെ പഠിച്ചു. പുള്ളി ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുക, പുള്ളി വരയ്ക്കാൻ തുടങ്ങി. കണ്ണാടിക്കൂട്ടിൽ അറബി ഇങ്ങനെ ഇരുന്നോട്ട് നോട്ടം. ഈ പുള്ളിയെ കണ്ടപ്പോഴേ ഇത് ഇവിടെ നോക്കിയപ്പോൾ പുള്ളി കമ്പ്യൂട്ടർ ഒന്നല്ലോ അല്ലെന്ന് മനസ്സിലായി. അറബിയെ വെച്ച് വാട്ട് ഈസ് യുവർ നെയിം? പുള്ളി പറഞ്ഞു 1 വീക്ക് എന്ന്. ഭാഷ അറിയത്തില്ല, ഇങ്ങനെ പറ്റും. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് തിരിയും. ഇന്ന് രാത്രി എന്താ ഈ സ്ഥലത്തിൻ്റെ വരുന്നത്? പെണ്ണുക്കരക്കാരെ, നീ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും കന്നഡയിൽ പ്രാർത്ഥിച്ചാലും അറബിയിൽ പ്രാർത്ഥിച്ചാലും ഭാഷയൊന്നുമില്ലാതെ നെടുവീർപ്പുകൾ മാത്രം സ്വർഗത്തിലേക്ക് അയച്ചാലും കേൾപ്പാൻ കഴിവോ ദൈവമുണ്ട്, ഉത്തരം തരാൻ കഴിവുള്ള ദൈവമുണ്ട്. അവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ് ദൈവമക്കളെ. എന്താ കയ്യിലുള്ളൊരു വാക്യമുണ്ട്, യഹോവേ എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഈ രാത്രി കൺവെൻഷൻ വന്ന് നിങ്ങളുടെ അരികിലിരിക്കുന്ന മനുഷ്യ സഹോദര, നിന്റെ തൊട്ടുരുമി ഇരിക്കുന്നവൻ നിന്റെ ഞരക്കമറിയാത്തപ്പോഴും നിന്റെ ഞരക്കമറിയുന്നവരവനോട് വന്നിട്ടുണ്ട്. സഹോദരിയോട് ചേർന്നിരിക്കുന്ന സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ ഞരക്കമറിയാത്തപ്പോഴും നിന്റെ ഞരക്കമറിയുന്നവരവനോട് വന്നിട്ടുണ്ട്. ഏത് ഭാഷ പ്രാർത്ഥിച്ചാലും എന്താ 12-ാം സങ്കീർത്തനം പറയുന്നത്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ സാറേ എന്താ ദീർഘനിശ്വാസം. ഭാഷ ഒന്നും എടുക്കാൻ കഴിയാതെ, ഒരു ശബ്ദമെടുക്കാൻ കഴിയാതെ ഒരു നെടുവീർപ്പ് നീ സ്വർഗത്തിലേക്ക് അയച്ചാൽ ക്ഷമയ അതിന് ഉത്തരം തരാൻ കഴിവുള്ളവനാണ് നീ സേവിക്കുന്ന ദൈവം. നെടുവീർപ്പുകൾക്ക് ഉത്തരം തരുന്ന ദൈവം, ഞരക്കത്തിന് ഉത്തരം തരുന്ന ദൈവം കേട്ടിട്ടുണ്ടോ? ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഏത് ഭാഷയെ പ്രാർത്ഥിച്ചാലും കേൾക്കുന്നത്, ഞരക്കമറിയുന്ന ദൈവം. ഏത് ഭാഷ അറിയണം ദൈവത്തിന്? അപ്പം ഞാൻ 2 കാര്യം പറഞ്ഞത് പിൻവലിക്കാൻ പോകും. 1, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സ്വയംഭൂവായവനായിരിക്കണം. നിങ്ങളോട് പറഞ്ഞാട്ട്. 2, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവജ്ഞാനിയായിരിക്കണം എന്ന് പറഞ്ഞു. 3, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവശക്തനായിരിക്കണം. അതായത് സൃഷ്ടിയുടെ സകല വേദനകളും പരിഹരിപ്പാൻ കഴിവുള്ളവനായിരിക്കണം സൃഷ്ടിതാവ്. സൃഷ്ടികളാൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമുള്ളവനാകരുത് സൃഷ്ടിതാവ്. ഇപ്പം അതിന് ഉദാഹരണം ഞാൻ പറയാം. ഇതൊരു സ്റ്റീൽ മേശയാണ്, ഇതൊരു തടിമേശയാണെന്നിരിക്കട്ടെ. ഇതിന് 4 കാലുണ്ട്. 4 കാലുള്ള തടിമേശയാണെങ്കിൽ ഈ മേശയുടെ കാലൊടിഞ്ഞാൽ ആശാരി വിചാരിച്ചാൽ നന്നാക്കാം. ആശാരിയെ നിർമ്മിച്ച്, എന്നാൽ ആശാരിയുടെ കാലൊടിഞ്ഞാൽ മേശ വിചാരിച്ചാൽ നന്നാക്കാൻ ഒക്കത്തില്ല. സൃഷ്ടിതാവിന് മാത്രമേ, മനസ്സിലാകുന്നുണ്ടോ, സൃഷ്ടിയുടെ വേദന പരിഹരിക്കാൻ കഴിയൂ. അതുകൂടെ കൊണ്ട് ഞാൻ പൂരിപ്പിച്ചോണം. ബാക്കി നിങ്ങൾ നിനക്കാവശ്യം, എല്ലായിടും കാണുന്നൊരു പദമുണ്ടല്ലോ, നിനക്കാവശ്യം പ്രശ്നകാരനായൊരു ദൈവത്തെ അല്ല, നിനക്കാവശ്യം നീറുന്നതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നൊരു ദൈവത്തെയാണ്. അപ്പം സർവശക്തനായിരിക്കണം, സൃഷ്ടിയുടെ സകല വേദനയും പരിഹരിപ്പാൻ കഴിവുള്ളവനായിരിക്കണം. 3 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സർവവ്യാപി, യൂണിവേഴ്സ് നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഭക്തർ കരഞ്ഞാലും നിലവിളിച്ചാലും കേൾക്കണം. അവിടെ ഇറങ്ങിച്ചാൽ അറ്റ് പ്രസൻറ്റിൽ. അതിന് ദൈവത്തിന് സർവജ്ഞാനത വേണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിടത്തുനിന്ന് മറ്റിടത്തോട് ഓടിച്ചാൽ നമുക്ക് ഓക്കുന്ന കാര്യമല്ല. ഇവിടെ ചന്ദ്രയാത്ര പോയത് 10 ദിവസം കൊണ്ടാണ്. നക്ഷത്രത്തിൽ പോണേ പിന്നെയും വേണം. ഫോക്സിമായ നക്ഷത്രത്തിൽ പോണേ 14,000 വർഷം കൊടുക്കും നമ്മുടെ ചെല്ലാൻ. അപ്പം അതൊന്നുമല്ല, തമ്പുരാൻ നീ കരഞ്ഞാൽ അവിടെ ഇറങ്ങുന്നവൻ.
നീ മുട്ടുകുത്തിയാൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. അങ്ങനെ ഒരു ദൈവമുണ്ട്, അവനെയാ ഞങ്ങൾ സേവിക്കുന്നത്. എല്ലാവരും ഒന്നുകൂടെ കൈകൾ അടിച്ച് വാ തുറന്ന ശക്തിയോടെ ആ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവമാകണമെങ്കിൽ ദൈവം സ്വയംഭൂവായവനായിരിക്കണം. ആ സ്വയംഭൂ എന്ന പദം ചിലർക്ക് പിടിക്കില്ല, അത് ശരിയല്ല. സ്വയാസിസ്റ്റമുള്ളവൻ എന്നാണ്. താനായി തന്നെ ഉള്ളവൻ, നിർമ്മിച്ചവനല്ല, നിർമ്മിക്കപ്പെട്ടവനല്ല. ആരംഭവും അവസാനവും ഇല്ല ദൈവത്തിന്. ദൈവം ആരംഭവും അവസാനവും ഇല്ലാത്തവനായിരിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവം സകലത്തെയും നിർമ്മിച്ചവനായിരിക്കണം. 2 അവൻ സർവജ്ഞാനിയായിരിക്കണം. 3 അവൻ സർവശക്തനായിരിക്കണം. 4 അവൻ സർവവ്യാപിയായിരിക്കണം. ഈ 4 യോഗ്യതകൾ ദൈവത്തിലുണ്ടോ എന്ന് തെളിഞ്ഞാൽ, യേശുവിലുണ്ടോ എന്ന് തെളിഞ്ഞാൽ യേശു ദൈവമാണോ എന്ന് തെളിയും. യേശു ദൈവമാണോ എന്ന് തെളിഞ്ഞാൽ എന്തിന് യേശു ജഡാവതാരമെടുത്തു? നമ്മുടെ വാക്യം, ജഡത്തിൽ കഷ്ടമനുഭവിച്ച ക്രിസ്തു. എന്തിന് ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു? വായിക്കാം. യേശു ക്രിസ്തു സൃഷ്ടിയാണോ സൃഷ്ടിതാവാണോ? മുമ്പേ വായിച്ച കൊലോസ്യ ലേഖനം തന്നെ 1-ാം അധ്യായം. പാസ്റ്റർ സാബു ശ്രദ്ധിച്ചു വായിക്കൂ, നിങ്ങൾ കേൾക്കൂ. കൊലോസ്യ ലേഖനം 1-14 മുതൽ വാക്യങ്ങൾ വായിക്കും. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഓക്കെ, വായിച്ചോ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഒന്നുകൂടെ വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ കേൾക്കുന്ന സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എല്ലാവരും കരം ഉയർത്തിപ്പിടിച്ച് ഇവിടെ വന്ന് വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഗായക സംഘം ഉൾപ്പെടെ എല്ലാവരും കൈ ഉയർത്തിപ്പിടിച്ചേ. ഇവിടുത്തെ സകല ദുഷ്ടാത്മസേനകളും കേൾക്കെ, വെച്ച് പൂജകൾ കേൾക്കെ, അന്ധകാര വ്യാപാരങ്ങൾ കേൾക്കെ, മനുഷ്യ ദൈവങ്ങൾ കേൾക്കെ വിളിച്ചു പറഞ്ഞാട്ടെ. ഒന്നുകൂടെ വായിച്ചേ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. ബാക്കി ഒരുമിച്ച് വിളിച്ചു പറ. സകലവും വിളിച്ചു പറ. സകലവും. ചെങ്ങന്നൂക്കാരെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. യേശു ആരാന്നാ നിന്റെ ചിന്ത? നീ സേവിക്കുന്ന കർത്താവ് ആരാന്നാ നിന്റെ ചിന്ത? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായും സകലം സൃഷ്ടിക്കപ്പെട്ടു. ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിലുള്ള അസംഖ്യ സൃഷ്ടിജാലങ്ങൾ സൃഷ്ടിജാലമല്ല. അവൻ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെ നിർമ്മിച്ച നിർമ്മിതാവാണ്. ഒന്നുകൂടെ പറയാം. മനുഷ്യ, നിനക്കാവശ്യം നീ നിർമ്മിച്ച ദൈവത്തെയല്ല, നിന്നെ നിർമ്മിച്ച ദൈവത്തെയാണ്. നിനക്കാവശ്യം, പ്രൈസ് ലോർഡ്, നീ സൂക്ഷിക്കുന്ന ദൈവത്തെയല്ല, നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തെയാണ്. ഒന്നുകൂടെ ഞങ്ങൾ പറയാം. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങൾ നിർമ്മിച്ച ദൈവമല്ല, ഞങ്ങളെ നിർമ്മിച്ച ദൈവമാണ്. ഞങ്ങൾ സൂക്ഷിക്കുന്ന ദൈവമല്ല, ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദാനം കൊണ്ട് ജീവിക്കുന്നവനല്ല, ഞങ്ങൾക്ക് ദാനമായി സകലം തരും ദൈവമാണ്. എൻ്റെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തദാഹിയല്ല, എനിക്ക് രക്തം നൽകി എന്നെ വിലയ്ക്ക് വാങ്ങിയവനാണ്. അവൻ ഭീവൽ സ്വരൂപിയല്ല, അവൻ സുന്ദര സ്വരൂപി അത്രേ. ഒന്നുകൂടെ കരമടിച്ച് ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറ. മനുഷ്യ, നിനക്കാവശ്യം നീ നിർമ്മിച്ച ദൈവത്തെയല്ല, നിർമ്മിച്ച ദൈവത്തെയാണ്. നിനക്കാവശ്യം നീ സൂക്ഷിക്കുന്ന ദൈവത്തെയല്ല, നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തെയാണ്. നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവം. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിപ്പാൻ നിനക്ക് ഭാഗ്യം തന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾ യോഗം വെച്ച് അത് പറയാനാ. ആ ദൈവത്തെ സേവിപ്പാൻ നീ ഇറങ്ങി വരണം. നിന്റെ ബൈബിള് പറയുന്നത് എന്താണെന്നറിയാവോ? യിരെമ്യാവിനോട് പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ നിന്നെ കണ്ട ദൈവം. നീ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ നിന്നെ കണ്ട ദൈവം. ഈ ഭൂമിയിലായിരിക്കുമെന്ന് കാണുന്ന ദൈവം. ഞാൻ പലപ്പോഴും പല വിവരം പറയുന്നുണ്ട്. ഇവിടുത്തെ ആരാധകർക്കൊന്നുമേ തങ്ങളുടെ ആരാധ്യരെ അറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പം നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പള്ളിയിലേസ് കാണും. അവർക്ക് എത്ര പേർക്ക് ഇവരെ അറിയാം? സച്ചിൻ തെണ്ടുൽക്കർക്ക് പുറകെ നടക്കുന്ന പിള്ളേരുണ്ട്. അവർക്ക് അദ്ദേഹത്തിന് നിന്നെ അറിയാവോ? ഇല്ല. അതുപോലെ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ വലിയ ബഹുമാനത്തോട് കാണുന്നവരുണ്ട്, പലരെ കാണുന്നവരുണ്ട്. നരേന്ദ്രമോദി സാറ് ട്രംപിനെ ബഹുമാനായി കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവരെ വല്ല അറിയാവോ?
പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അവന് നിന്നെ അറിയാം. തന്നെ ആരാധിക്കുന്നവരെല്ലാം അവനറിയാം. അവരുടെ വീട്ടുപേരറിയാം, അവർ പാർക്കുന്ന എവിടാന്നറിയാം, അവരുടെ കൂടെ ഉള്ളവൻ ഏത് ടൈപ്പുകാരനാണെന്നറിയാം. തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ പാർക്കുന്ന പാസ്റ്റേ. സ്വതന്ത്രം, നീ എവിടാ പാർക്കുന്നത്? ആ പാർക്കുന്നവൻ എത്ര മൂശാട്ട ഉള്ളവനാണോ ദൈവത്തിനറിയാം. അവൻ്റെ സ്വഭാവം അറിയാം, അവൻ്റെ തൊഴിലറിയാം. ആലല്ലോ, അതിന് ഭാരപ്പെടുവൊന്നും വേണ്ട. നീ പാർക്കുന്നിടം അറിയാം, സാത്താൻ്റെ സിംഹാസനമുള്ളവനും അറിയാം. പോരറിയാം, പോരാട്ടമറിയാം, പ്രശ്നമറിയാം, പ്രതിസന്ധി അറിയാം, ഭാരമറിയാം, പ്രായമറിയാം, കഷ്ടതയറിയാം, ദുഃഖമറിയാം. കൈയടിച്ചോ, സ്വതന്ത്രം പറഞ്ഞോ, എത്ര നല്ല ദൈവം. എല്ലാം അറിയുന്നവൻ അറിയാതല്ല, അവൻ അറിയാതല്ലോ എന്നും വന്നത്. അപ്പൊ യേശുക്രിസ്തു ഒന്നേ പ്രപഞ്ചത്തിലുള്ള അസംഖ്യ സൃഷ്ടിജാലങ്ങളിൽ ഒരു സൃഷ്ടിജാലമല്ല, സകലത്തെ നിർമ്മിച്ചവനെന്ന് ബൈബിൾ പറയുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ ആദി ദശവാക്യത്തിലൊക്കെ ഉണ്ട്, അവൻ ദൈവത്തോടൊപ്പം സത്യത്തിൽ സൃഷ്ടിച്ചവനാണ്. ഒത്തിരി ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇതിൻ്റെ തുടക്കം, ഭൂമിക്ക് അടിസ്ഥാനം ഇടും മുമ്പ് അവനുണ്ട്. ഓക്കെ, ഒന്നേ ദൈവം സ്വയംഭൂവായവൻ ആയിരിക്കണം, സൃഷ്ടിയല്ല സൃഷ്ടിതാവായിരിക്കണം. യേശു സൃഷ്ടിയല്ല സൃഷ്ടിതാവാണ്. രണ്ട്, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവജ്ഞാനിയായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ സർവജ്ഞാനത്തിന് ഒന്ന് രണ്ട് തെളിവ് ഞാൻ പറയാം. ഇതുപോലെ ഞാൻ പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം 1:47, എല്ലാവരും വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പീലിപ്പോസ് നഥനയേൽ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എന്നിട്ട് പീലിപ്പോസ് പറഞ്ഞു നഥനേലിനോട്, ഞങ്ങൾ ക്രിസ്തുവിനെ മശിഹായെ കണ്ടെത്തി, അവൻ നസ്രയത്തിൽ നിന്ന് ഉള്ളവനാണ്. ഉടനെ നഥനയേൽ പീലിപ്പോസിനോട് ചോദിച്ചു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞാൽ, നസ്രയത്ത് ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്തിടമായി ആ ആളുകൾ കണ്ടു. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ അവിടുന്ന് വന്നു. ഇവിടൊക്കെ ദൂതുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈതലേ, ഒരു നന്മയും വരാൻ ഇടമില്ലാത്തതുമായി നിന്നെ കാണുന്നുണ്ടെങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ നന്മ വിളിച്ചു വരുത്തിയവൻ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തും. ഒന്ന് ശക്തിയോട് കൈയടിച്ച് സ്തോത്രം പറ. ഒന്നുകൂടെ ഞാൻ പരിശുദ്ധാത്മാവ് പറയാം. ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്തതായി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ സഭയെയും നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ വിധിച്ചു തള്ളുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ രാത്രി എന്നോട് പറയാം, ഹല്ലേലൂയ, ലോകത്തിലെ ഏറ്റവും വലിയ നന്മ നസ്രായൻ നസ്രയത്തിൽ നിന്ന് വന്നെങ്കിൽ, ഓ ശബ റഖുനിയ, ശക്തിയോടെ കൈയടിച്ചെന്ന് ആരാച്ച കുഞ്ഞെ, ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്തതുമായി നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ സഭയെ നോക്കി, ശുശ്രൂഷയെ നോക്കി ലോകം വിധി എഴുന്നെങ്കിൽ, ഈ രാത്രി ഞാൻ പറയാം, ഏറ്റവും വലിയ നന്മകൾ വരുത്താൻ ദൈവത്തിന് കഴിയും. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക, വന്ന് കാണുക. അവൻ വന്ന് കാണാൻ ഇങ്ങോട്ട് വരുമ്പോൾ യേശു അവനെ ചെന്ന് കാണാൻ അങ്ങോട്ടിയല്ലേ. അവർ തമ്മിൽ കണ്ടപ്പോൾ പീലിപ്പോസ് നഥനയേലിനെ പരിചയപ്പെടുന്ന മുമ്പ് യേശുവിനെ നിലവിൽ ചൂണ്ടി യേശു പറഞ്ഞിതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. നഥനയേലിൻ്റെ കണ്ണ് തള്ളിപ്പോയി. നഥനയേൽ വെച്ച്, പ്രഭു നീ എന്നെ എവിടെ വെച്ചറിയും? യേശുവിൻ്റെ മറുപടി, പീലിപ്പോസിനെ വിളിക്കും മുമ്പ് നീ ആത്തിയുടെ ചുവട്ടി നിന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടെന്ന്. ഹല്ലേലൂയ. നഥനയേലിൻ്റെ നിഷ്കളങ്കത്വം യേശു കണ്ടു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ണ് തുടച്ചുകൊണ്ടാണ് ഇറങ്ങിയതെങ്കിൽ, ഇവിടെ ആരും അറിയുന്നില്ല അറിഞ്ഞൊരു ദൈവം ഉണ്ടെന്നേ. അടുക്കളയിൽ പാകം ചെയ്യുമ്പോഴും നീ കണ്ണ് തുടയ്ക്കുന്നത് ഇവിടെ ആരും കാണുന്നില്ലേലും, വാഹനം ഓടിക്കുമ്പോൾ നീ കരയുന്ന കണ്ണുനീർ തുള്ളികൾ കാറിൽ വീണത് ഇവിടെ ആരും കണ്ടില്ലേലും കാണുന്നൊരു സ്വർഗമുണ്ട്. സന്തോഷത്തോട് ശക്തിയോട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. അവൻ സർവജ്ഞാനിയാണ്. സമയം പോയി ഒത്തിരി കൊണ്ട് ഓടിച്ച് ഞാൻ വിടുക. സർവജ്ഞാനിയാണ്. നഥനയേലിൻ്റെ നിഷ്കളങ്കത്വം കണ്ട യേശുവിൻ്റെ സർവജ്ഞാനത്തിൽ രണ്ട് തെളിവൂടെ പറയാം. പാവകർമ്മത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെ പരീശന്മാരും ശാസ്ത്രിമാരും ചേർന്ന് യേശു കർത്താവിൻ്റെ പാദാന്തിയെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരോ, ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവിടെ കല്ലെറിയണം. നീ എന്തു പറയുന്നു? യേശു ആദ്യം ഒന്നും പറഞ്ഞില്ല. ഇവന്മാരെല്ലാം കല്ലും എടുത്തോണ്ടാ വന്നേ എറിയാൻ. യേശു നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പം മുഖം ഉയർത്തിപ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യമവിടെ കല്ലെറിയട്ടെ. ചിലരൊക്കെ കല്ലെടുത്തതാ, കല്ലിട്ടിട്ട് കല്ല് പോലെ തിന്നു. ചില കല്ലിട്ടിട്ട് കടന്നേ കളഞ്ഞു. കാരണം ഒരു വേദശാസ്ത്രി എഴുതി വെക്കുന്നത്, ഈ പുള്ളിക്കാരിയെ കൊണ്ട് വന്ന പുള്ളിക്കാരന്മാരുടെ പാവമായിരുന്നു യേശു അവിടെ എഴുതി വെച്ചതെന്ന്. യേശു ഓരോരുത്തൻ്റെയും പേരെഴുതിയിട്ട് അവൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചു. വന്നവൻ ആദ്യം യേശുവിൻ്റെ മുഖത്തൊന്ന് നോക്കും, പിന്നെ നിലത്തൊന്ന് നോക്കും, സ്ത്രീയുടെ മുഖത്ത് നോക്കും, കല്ലിടും, കടക്കും.
അടുത്തവനും വരും, യേശുവിൻ്റെ മുഖത്ത് നിലത്ത് സ്ത്രീയുടെ മുഖത്ത് കടക്കും. ഈ പേര് വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, ക്ഷമിക്കണം ഞാനങ്ങ് പറയാം. പേഴുങ്കാല അവറാച്ചൻ മിനിഞ്ഞാന്നും പാപം ചെയ്ത, ചാമക്കാലെ തോമാച്ചൻ എന്നും പാപമേ ഉള്ളൂ. എഴുതി വെച്ചേക്കുക, ഓരോ എഴുതാ. എല്ലാവരും കടന്നിട്ട് ആ സ്ത്രീയും യേശുവും മാത്രം യേശു ചോദിച്ചു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? അപ്പോൾ പറഞ്ഞു, ഇല്ല കർത്താവേ. തുടിക്കുന്ന ഹൃദയത്തോട്, തുളുമ്പുന്ന കള്ളോട്, ഇല്ല കർത്താവ്. കർത്താവ് പോകാം, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ അർത്ഥം, ഇത് സംബന്ധിച്ച് നിന്നെ ന്യായം വിധിപ്പാൻ അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. നിന്നെ കുറ്റം വിധിക്കുവാൻ അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ട്, പരിശുദ്ധന്മാരില്ല. പരിശുദ്ധൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. യേശുവിൻ്റെ സർവ്വജ്ഞാനതയ്ക്ക് മറ്റൊരു തെളിവ്, കരമടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോൾ പത്രോസ് വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നീ സഹായിച്ചില്ലെങ്കിൽ ഇപ്പം നമ്മളെ അവർ അറസ്റ്റ് ചെയ്യും, സഹായിക്കണം. കർത്താവിന് എന്താ ഇത്? യെരുശലേം ബാങ്കിലേക്ക് ഒരു ചെക്ക് കൊടുത്തോ? കൊണ്ടുപോയി മാറി, എനിക്ക് നിനക്കും വേണ്ടി കരമടയ്ക്കാൻ പറഞ്ഞു. ഇല്ല, യെരുശലേം ബാങ്കിൽ കർത്താവിന് അക്കൗണ്ടും ഇല്ലായിരുന്നു, ചെക്ക് ബുക്കും ഇല്ലായിരുന്നു. യേശുവിൻ്റെ മിഷൻ തന്നെ കടത്തിലായിരുന്നു. കടം വാങ്ങിയ പടക്, കടം വാങ്ങിയ കഴുത, കടം വാങ്ങിയ മാളിക മുറി, കടം വാങ്ങിയ കല്ലറ, മൊത്തം കല്ലറ, മൊത്തം കടം. കർത്താവിൻ്റെ മിനിസ്ട്രി ഫെയ്ത്ത് മിനിസ്ട്രി ആയിരുന്നു, വിശ്വാസ മിനിസ്ട്രി. ഇപ്പം പറയുന്ന സൈക്കിളും കൊണ്ട് വന്ന എയർപോർട്ട്, അല്ല ഹെലികോപ്റ്റർ കൊണ്ടുപോകാം, കപ്പലും കൊണ്ടുപോകാമെന്നൊക്കെയാണ്. അയ്യോ എന്തോരം ഇളക്കവാ. യേശു കർത്താവിൻ്റെ മിനിസ്ട്രി വിശ്വാസത്തിൻ്റെതായിരുന്നു. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ തലചായ്ക്കും, ഇവരൊക്കെ പാടിക്കൊണ്ടിരിക്കാൻ തോന്നി, വന്നപ്പോൾ കേട്ടു, തലചായ്ക്കാനൊരിടവില്ലായിരുന്നു. അവനെ വാട വീട്ടിൽ കിടക്കുന്നവൻ്റെ ദുഃഖം അറിയാവുന്നേ. അവന് വിശപ്പ് എന്താണെന്നറിയാം, വിശന്നു, അവന് ദാഹിച്ചു. ഒരുത്തം വന്നു, നീ എവിടെ പോയാലും എനിക്ക് നമ്മൾ യേശു പറഞ്ഞു, കുറുനരികൾക്ക് കൂടും, ആകാശപ്പറവജാലങ്ങൾക്ക് കൂടുമുണ്ട്, ആ മനുഷ്യപുത്രനോ ഉണ്ടോ? അത് നിൻ്റെ വേദനയെല്ലാം കർത്താവിനറിയാം. സമയം പോകണ്ടല്ലേ, ഞാൻ പഠിപ്പിച്ചേനെ. യേശു ചെക്ക് കൊടുത്തില്ല, യേശു വാങ്ങിയതെല്ലാം കടം. യേശു എന്താ വാങ്ങിയേ? പടക് വാങ്ങി പ്രസംഗിക്കാൻ, പക്ഷെ തിരിച്ചു കൊടുത്തത് നിറഞ്ഞ പടക്. യേശുവിടെ ഒഴിഞ്ഞ മാളിമുറി വാങ്ങി കൊടുത്തത് നിറഞ്ഞ ദൈവ തേജസ് നിറഞ്ഞൊരു മുറി. സ്തോത്രം. യേശു കർത്താവ് കല്ലറ വാങ്ങി, അതും തിരിച്ചു കൊടുത്തിട്ട് പോയി, അവിടെ കിടന്നില്ല കർത്താവ്. പക്ഷേ കർത്താവ് നിൻ്റെ ഹൃദയം വാങ്ങിയാൽ അവനതിൽ വസിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന് എന്ത് കൊടുത്താലും, ഒഴിഞ്ഞത് കൊടുത്താൽ നിറഞ്ഞത് തരും. അത് ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, നീ കർത്താവിന് ഒഴിയപ്പെട്ടത് കൊടുത്താൽ അവൻ നിറഞ്ഞു തരും. ദൈവസ്നേഹത്താൽ നിറഞ്ഞേക്കും. അത് പത്രോസിനോട് പറഞ്ഞു, നീ ഇര ഒരുക്ക്, ചൂണ്ടയെടുക്ക്, ഇര ഒരുക്ക്, ഗനശ്രദ്ധ ചെല്ല്, ചൂണ്ടയുടെ മീനെ കിട്ടും, വാവിളർക്ക് ചതുരത്തിരമ്മ പണമിടുന്ന്, അതെടുത്ത് നീ എനിക്കും നിനക്കും കരം കൊടുക്കണം. കരമടയ്ക്കാൻ കാശില്ലെന്ന് പറഞ്ഞപ്പം കർത്താവ് പറയും, ചൂണ്ടയെടുക്കുക, ഇര കൊടുക്കുക, ഗനശ്രദ്ധ ചെല്ല്, ചൂണ്ടയുടെ മീനെ കിട്ടും. ഇപ്പോഴത്തെ പത്രോച്ചന്മാരാണ് അവിടെ നിൽക്കും, ഇതിനൊക്കെ എന്നെ ഇത്ര ഉറപ്പ്? കർത്താവ് പറഞ്ഞ് ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ ഇന്ന് രാത്രി നീ വിടുതൽ കാണും. ഞാനത് വായിക്കുമ്പോഴൊക്കെ അതിശയിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. എന്താണെന്നറിയോ? പത്രോസ് ഇവിടുന്ന് ഓടാൻ തുടങ്ങിയപ്പോൾ മീൻ അവിടുന്ന് ഓടാൻ തുടങ്ങി. പലയിടത്തും വീശിയിട്ടും ആ വലയിലൊന്നും കുടുങ്ങാതെ പത്രോച്ചൻ്റെ ചൂണ്ട നോക്കി ഓടുകയായിരുന്നു. ഞാൻ പല യോഗത്തിനും പറയും, പലയിടത്തും വീശിയിട്ടും വലയെ കുടുങ്ങാത്തവനെ തമ്പുരാൻ ചൂണ്ടയെ പിടിക്കും. ചൂണ്ടയെ പിട്ടാൽ ചെകിളക്കിട്ട് പിടിക്കത്തുള്ളൂ, പാട് മാറത്തില്ല. ഈ വിശേഷ വേലയ്ക്കൊക്കെ വിളി ഉണ്ടായിട്ട് ഓടിയ പലരും ഇവിടുന്ന് സ്വത്രം പറയുന്നുണ്ട്. ദൈവം നിന്നെ നോട്ടമിട്ടാൽ പിടിക്കാതെ മാറില്ല. ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നോക്കിയവനെ കിട്ടിയില്ല, കിട്ടിയവനെ പിടിക്കുന്നവനല്ല. ആരെ ദൈവം നോട്ടമിട്ടോ അവനെ പിടിക്കാതെ മാറില്ല. പെണ്ണുക്കരക്കാരോട് ഞങ്ങൾ പറയാം, തമ്പുരാൻ നിന്റെ കുടുംബത്തെ നോട്ടമിട്ടിട്ടുണ്ട്, പിടിക്കാതെ മാറില്ല. ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. പലയിടത്തും വീശി കിട്ടും. വലയിലൊന്നും കയറാതെ പത്രോസിൻ്റെ ചൂണ്ട നോക്കി ഓടുകയായിരുന്നു. പത്രോസിൻ്റെ ചൂണ്ടയെ കുടുങ്ങി. നോക്കിയപ്പോൾ ചതുരമ്മപ്പണവിൽ തിളങ്ങുക.
ഇതെപ്പം കണ്ടെന്നാ നിങ്ങൾ ധരിക്കുന്നത്? ഇത് വെട്ടി വിഴുങ്ങിയപ്പോഴേ തമ്പുരാൻ കണ്ടതല്ല, എപ്പം കണ്ടതല്ല. ഇപ്പം വെട്ടി വിഴുങ്ങിയിട്ട് കുറേ ദിവസമായി ഓട്ടം തുടങ്ങിയിട്ട്. അവൻ്റെ വിചാരം ഇതാരും കണ്ടില്ലെന്നാ. പക്ഷെ അന്നേരം തമ്പുരാൻ കണ്ടു. ഈ ചിലതൊക്കെ വെണ്ടക്കരെ വെട്ടി വിഴുങ്ങിയിട്ട് നടക്കുന്നുണ്ട്. ചിലർ വിചാരിക്കുന്ന ആരും കണ്ടില്ലെന്നാ. നീ വെട്ടി വിഴുങ്ങിയപ്പോഴേ തമ്പുരാൻ കണ്ടതാ. നിന്റെ സകല വഴിയും കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്, മറക്കരുത്. ലോകത്തിൽ ആരെ മറിച്ചും പാപം ചെയ്യാം, ദൈവത്തെ മറിച്ച് പാപം ചെയ്യാൻ കഴിയില്ല. ശക്തിയോട് കൈ ഉയർത്തി വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ചതുർദ്രഹ്മപ്പണം വെട്ടി വിഴുങ്ങിയ മത്സ്യത്തെ കർത്താവ് കണ്ടു. അത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതേ പത്രോസ് കർത്താവിന് 2 ദിവസം കാണാതെ വന്നപ്പം ചൂണ്ടയെടുത്തോണ്ടല്ല, വലിയൊരു വലയെടുത്തോണ്ട് പോയി. മീനോളജി നല്ലവണ്ണം അറിയാവുന്ന പത്രോസ് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം വല വീശി, ഒരൊറ്റ ഊപ്പ് കയറിയില്ല. കാരണം ഈ പെൺമാറ്റക്കാരൻ പത്രോസ് വലയെടുത്തപ്പോഴേ തമ്പുരാൻ ഊപ്പകൾക്ക് ടെലക്സ് അയച്ചു. പിന്മാറ്റക്കാരൻ പത്രോസ് വരുന്നുണ്ട്, സകല ഊപ്പയും റൂട്ട് മാറിപ്പോകാൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസി ആദ്യം പഠിക്കേണ്ടത്, ദൈവം തമ്പുരാൻ കൽപ്പിച്ചാൽ മത്സ്യം വരും, ദൈവം കൽപ്പിച്ചാൽ മത്സ്യം പോവും. ദൈവം കൽപ്പിച്ചാൽ നിന്റെ നഷ്ടങ്ങൾ ലാഭമായി മാറും, നിന്റെ ലാഭം നഷ്ടമായി മാറും. ഞാൻ പറഞ്ഞു വന്നത് വേഗത്തിൽ തീർക്കണമല്ലോ. അതിനെ നിഷ്കളങ്കത്വം കണ്ട യേശു, പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ കപടത കണ്ട യേശു, ആഴിക്കടിയിലൂടെ ഉളിയിട്ടു പോയ അസംഖ്യം മത്സ്യങ്ങളിൽ ചതുർദ്രഹ്മപ്പണം വെട്ടി വിഴുങ്ങിയ മത്സ്യത്തെ കണ്ട യേശു ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ നിഷ്കളങ്കത്തെ യേശുവിനറിയാം, കപടതയും യേശുവിനറിയാം, നിന്റെ പാപ സ്വഭാവം യേശുവിനറിയാം, പാപന ജീവിതം യേശുവിനറിയാം. കർത്താവ് അറിയും. അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്. അവൻ്റെ സർവശക്തിക്കൊറ്റ തെളിവ് നയ്യൻ പടിലെ വിധവ, അവിടെ ഏക ആശ്രയം, മകൻ മരിച്ചു. ആ ഡെഡ് ബോഡിയുമായി വിലാപയാത്ര പോകുകയാണ്. എങ്ങനെയും സെമിത്തേരി ചെല്ലണം, അടക്കണം, തിരികെ പോകണം. വന്നവർക്കെല്ലാം ഒറ്റ ലക്ഷ്യം. വന്നവരെല്ലാം അവളോട് കരയണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ യേശു വന്നിട്ട് പറഞ്ഞ് കരയണ്ടെന്ന്. അവൻ മഞ്ചിൽ തൊട്ടു. നിത്യതയുടെ ശ്രീ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കപ്പെട്ട യുവാവിൻ്റെ ആത്മാവ് മടങ്ങിയവനിലേക്ക് വന്നു. സ്തോത്രം. കാരണം യേശു മരണത്തിന്മേലും മരിച്ചവരുടെ മേലും അധികാരമുള്ളവനാണ്. യേശു യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. ശ്രീബുദ്ധനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അരികിൽ ഏകജാതയുടെ ഒറ്റ മോൻ, അമ്മ എന്ന മോൻ മരിച്ചപ്പം മടി കൊണ്ട് കിടത്തിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഉയർപ്പിക്കണം. അയാൾ ശാന്തപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഉയർപ്പിക്കാം, നീ ഒരു കാര്യം ചെയ്യ്, ആരും മരിച്ചിട്ടില്ലാത്ത ഒരു വീട്ടിൽ പോയി കടുവ് വാങ്ങാൻ പറഞ്ഞു. തള്ള എവിടെ എല്ലാം പോവാ കടുവ് വാങ്ങാൻ. പക്ഷേ ആരും മരിക്കാത്ത വീടില്ല. അവസാനം ക്ഷീണിച്ച് വന്നപ്പോഴത്തേന് കൊച്ചൻ ചത്ത് കിടക്കുകയല്ലേ, മരിച്ചു കിടക്കുകയല്ലേ. എന്ന് പറഞ്ഞ് മരണം യാഥാർത്ഥ്യമാണ്, മരിക്കാത്തട ഇല്ലെന്ന് പറഞ്ഞു വിട്ടു. യേശു കർത്താവിൻ്റെ അരികിൽ വന്നവനോട് കടുവ് വാങ്ങാനും ജീരകം വാങ്ങാനും വിട്ടില്ല. കാരണം അവൻ മരണത്തിന്മേലും മരിച്ചവണയിലും അധികാരമുള്ളവനാണ്. കൈ ഉയർത്തിയ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറ. അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവവ്യാപിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെവിടെയും അവൻ്റെ സാന്നിധ്യമുണ്ട്. വാതിൽ അടച്ചിരിക്കെ അവൻ പ്രത്യക്ഷപ്പെടുന്നവനാണ്. നീ ആയിരിക്കുന്ന മണ്ഡലം എവിടെയാണെങ്കിലും അവൻ ഇറങ്ങി വരും. ഞാൻ മറ്റൊരു വിഷയം പ്രസംഗം പറയും. 40,000 ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റ് അവിടെ വെച്ച് തകരുമെന്ന് കണ്ടാൽ അതിനകത്തിരുന്നൊരു ദൈവപൈതൽ കരഞ്ഞാൽ ആ പറക്കുന്ന ഫ്ലൈറ്റിന് കീഴെ ശാശ്വത ഭുജമിട്ട് അതിനെ അതിലെ യാത്രക്കാരെയും വിടുവിപ്പാൻ കഴിവുള്ള ദൈവമുണ്ട്. മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ നീ കിടന്ന് കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. യോന മത്സ്യത്തിന്റെ അടിത്തട്ടിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് കരഞ്ഞപ്പോൾ ഇറങ്ങിച്ചെന്നവനല്ലേ? അതെ, അവന്റെ സാന്നിധ്യം എവിടെയുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം എവിടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. അവൻ സ്വയംഭൂവായവനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ ദൈവമായിരുന്നവനാണ്. ഏറ്റവും വലിയ തെളിവ് അവൻ ആരാധന സ്വീകരിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് മാത്രമേ ആരാധന സ്വീകരിപ്പാൻ അവകാശമുള്ളൂ. പഴയ നിയമം പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. സ്തംഭമോ ബിംബമോ നാട്ടരുത്, ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത്. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ. ആരാധന പിശാച് വന്നെല്ലാം കാണിച്ചു തരുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ. വേദപുസ്തകത്തിൽ സ്ലീഹന്മാരെ ആരാധിച്ചപ്പോൾ തടഞ്ഞു, ദൂതന്മാരെ ആരാധിച്ചപ്പോൾ തടഞ്ഞു. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ആരെയും ആരാധിക്കുന്നില്ല. മറിയ ആരാധിക്കുന്നില്ല, വിശുദ്ധന്മാർ ആരാധിക്കുന്ന, ആകെ ആരാധിക്കുന്നത് അറക്കപ്പെട്ട കുഞ്ഞാടിനെ. സ്തോത്രം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. അവർ ശിശുവിനെ അമ്മയായ മറിയൂടെ കണ്ട വീണ് അവനെ നമസ്കരിച്ചു, അവന് കാഴ്ചവെച്ചു. അവൻ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായവനാണ്. സ്തോത്രം. ഈ ദൈവമായിരുന്നവൻ എന്തിന് ജഡാവതാരം എടുത്തു?
അവൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് മാനവജാതിക്ക് എന്ത് ഗുണമുണ്ടായി? ഒന്ന് വായിച്ചേ പാസ്റ്ററെ. 1 തിമോത്തിയോസ് 1:15. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു. പാപികളെ രക്ഷിപ്പാൻ വന്നു. അതെല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാണ്. എന്താ? BD എന്നും AC എന്നും രണ്ടായി. കാലഘട്ടത്തെ തിരിച്ചു. BC ബിഫോർ ക്രൈസ്റ്റ്, AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെ ചില പറഞ്ഞല്ല. അനോ ഡോമിനി, അതിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഈ ദൈവമില്ലെന്നും ക്രിസ്തു ജനിച്ചില്ലെന്നും ഒക്കെ പറയുന്നവൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണമെങ്കിൽ അവൻ ജനിച്ച ദിവസം, അവൻ്റെ കല്യാണം കഴിച്ച ദിവസം, അവന് കുഞ്ഞുണ്ടായ ദിവസം, അവൻ SLC പാസ്സായ ദിവസം സ്പർശിക്കണോ? യേശുവിനെ സ്പർശിക്കണം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായവനും തന്നെ. പൗലോസ് പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. യേശു വന്നത് പാപിയെ രക്ഷിക്കാനാ, അല്ലേ? പരിത്രാണായ സാധുനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥ സംഭവാമി യുഗേ യുഗേ. ഇവിടെ അധർമ്മം പെരുകുമ്പോൾ അധർമ്മികളെ നിഗ്രഹിച്ച് ധർമ്മിഷ്ഠ രക്ഷിപ്പാൻ അവതാരങ്ങൾ ഉണ്ടാകുന്നു. യേശു വന്നു പറഞ്ഞു, ഞാൻ വന്നത് നീതിമാൻ രക്ഷിപ്പാനല്ല, പിന്നെ പാപികൾ രക്ഷിപ്പാൻ. പിന്നെന്താ പറഞ്ഞത്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശു പാപികൾ രക്ഷിപ്പാമെന്ന് ഞാൻ അവനെ സ്തുതിക്കുന്നു. പാപിയായി എന്നെ കർത്താവ് രക്ഷിച്ചല്ലോ. സത്യവചനം കേട്ടു നിവാ നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നിവാ. ചേർന്ന് പാടിക്കോ. നിൻപേരു ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ. ചേർന്ന് പാടിക്കേ. വിളിച്ചിടുന്നു വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു ഉലകമായ ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാനത്തിൻ കീഴ് ഭൂമി മീതെ വാനവനേശു നാമമന്യേ. വാനത്തിൻ കീഴ് ഭൂമി മീതെ വാനവനേശു നാമമന്യേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. എന്ത് ചെയ്തു യേശു? മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശു ജഡത്തിൽ കഷ്ടമനുച്ചുകൊണ്ട് എന്താണ് മാനവ്യാധിക്കുറുമുണ്ടായത്? ജഡത്തിൽ കഷ്ടമനുവച്ച ക്രിസ്തു. ശ്രദ്ധിക്കുക, പിലാത്തോസിലേക്ക് നിങ്ങൾ നോക്കുക. ഇന്ന് ഈ കൺവെൻഷൻ 2-ാം ദിവസം ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട കർത്താവിനോട് ഉയർത്താൻ പോകുകയാണ്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്താത്ത സുവിശേഷ യോഗങ്ങളല്ല. കർത്താവിൻ്റെ മടങ്ങിവരവ് പ്രസംഗിക്കാത്ത കൺവെൻഷനും യേശുവിൻ്റെ മടങ്ങിവരവും ക്രൂശീകരണവും പ്രസംഗിക്കാത്ത കൺവെൻഷനുകൾ സുവിശേഷ യോഗങ്ങളല്ല, മറ്റെന്തോ യോഗങ്ങളാണത്. അതുകൊണ്ട് ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചായിട്ട് നമ്മൾ ഒന്നിച്ച് ക്രൂശിക്കപ്പെട്ടവനോട് ഉയർത്താൻ പോകുകയാണ്. പിലാത്തോസിലേക്ക് നിങ്ങൾ നോക്കൂ. ഒരു യുവകോമളൻ ബന്ധനസ്ഥനായി നിൽക്കുന്നു.
അസ്ഥി കഷ്ണങ്ങളും ചൂണ്ടക്കൊടുത്തുകളും ബന്ധിക്കപ്പെട്ട ചാട്ടവാറിനാൽ അവൻ്റെ പുറമടിച്ച ഒഴിവാൽ കീറുന്നു. ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ രസമാണ്. പീലാത്തോസ് യേശുവിനെ ആദ്യം അടുപ്പിച്ചു വിട്ടയക്കുമെന്നാണ് പറഞ്ഞത്. അടുപ്പിച്ചു വിട്ടയക്കും. അതിലേക്ക് വരും മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ചകൾക്കൊക്കെ മുമ്പ് ദുഃഖ വെള്ളിയാഴ്ചകളും ഒക്കെ ആയിരുന്നു. പല കൺവെൻഷനുകളിൽ ഞാൻ കർത്താവിനെ എൻ്റെ ക്രൂശിലെ മൊഴികൾ, കഷ്ടാനുഭവം ഒക്കെ ഞങ്ങൾ എൻ്റെ ചർച്ചിൽ ഉൾപ്പെടെ ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ അതുവരെ വെളിപ്പെടാത്തൊരു വാക്യം പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ വന്നു. പാസ്റ്റർ സാബു മത്തായി സുവിശേഷം 26 നമ്മുടെ കർത്താവിന് വെച്ച കഷ്ടതയുടെ ആധിക്യം, അന്ന് രാത്രി വിവരിക്കാൻ നേരമില്ല, പ്രധാനപ്പെട്ട ഒരു വാക്യം 26 അധ്യായത്തിൻ്റെ 66 വാക്യം ഒന്ന് വായിച്ചേ. അതുവരെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് വെളിപ്പെട്ട് കാണും, പക്ഷെ എനിക്ക് അന്ന് അത് വായിച്ചപ്പോൾ പുതുമയായി തോന്നി. വായിച്ചേ 26. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വായിച്ചോ എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കാൻ. സംഭവിക്കുന്ന എവിടെയാണ് നിങ്ങൾക്കറിയാമോ? പീലാത്തോസിന്റെ അരമയിൽ കർത്താവ് നിൽക്കുകയാണ്. എൻ്റെ മുഖത്തോട്ട് നോക്കിയേ, കർത്താവിനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാക്ഷികളെയൊക്കെ വിളിച്ചിട്ട് നോക്കുന്നില്ല, ഓരോരുത്തരെ വിളിച്ചിങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാപുരോഹിതൻ ചോദ്യം ചോദിച്ചു, ഇനിയും നമുക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞാൽ വസ്തുവക്കരി ഇപ്പം കൊടുത്ത് വായിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ കന്നത്തെ വായിക്കുക സാവു, അവർ അവൻ്റെ കന്നത്തെ അടിച്ചു, പിന്നെ മുഖത്ത് തുപ്പി, മുട്ടി ഉരുട്ടി, കുത്തി, കണ്ണുകെട്ടി, തല്ലി. ഇതെവിടെ വെച്ച് നടക്കുന്ന കാര്യമാണ്? പീലാത്തോസിൻ്റെ അരമനയിൽ എന്ന് പറഞ്ഞാൽ വിസ്താരവേളയിൽ, ഒരു കോടതിയിൽ. അതാ ഞാൻ പറഞ്ഞു, ഇതുവരെ എനിക്ക് മനസ്സിലായില്ലത്. ഒരു കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ഒരു പ്രതി നിൽക്കുന്നു. ലോകത്തേതെങ്കിലും ഒരു കോടതിയിൽ ഇങ്ങനെ നടക്കുമോ? ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു പ്രതി വിസ്താരത്തിൽ നിൽക്കുമ്പം അവനെ മുഷ്ടി ഉരുട്ടി ഇടിക്കാനൊക്കെ, അവനെ കാർക്കിച്ച് തുപ്പാനൊക്കെ, അവൻ്റെ ദേഹത്ത് തൊടാനൊക്കെ ഇല്ല. അതിനാ സെക്യൂരിറ്റി, പോലീസുകാർ ചാടി വീഴും. ലോകത്തിലെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് നിൽക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം കണ്ണുകെട്ടി തല്ലി, കാർക്കിച്ച് തുപ്പി, മുട്ടിയുരുട്ടി ഇടിച്ചു. ആ ജഡ്ജി ഒന്നും പറഞ്ഞതായി ഇവിടെ കാണുന്നില്ല. അതാണ് ബൈബിൾ പറഞ്ഞു, അവൻ്റെ താഴ്ചയിൽ ഒരു ന്യായം കിട്ടാതെ പോയി. എൻ്റെ കർത്താവിന് താഴ്ചയിൽ ന്യായം കിട്ടിയില്ല. പക്ഷെ വേദവസം പറയുന്നു, അവൻ ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ തളരുകയില്ല. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. യേശു കർത്താവിനെ അടുപ്പിച്ചു വിട്ടയക്കാനാണ് പ്ലാൻ ചെയ്തത്. എന്തോ അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പടയാളി അവനെ കൈയേറ്റം നമ്മൾ വായിക്കും. നിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. എങ്ങനെയാണ് കൈയേറ്റത്? യേശുവിനെ അറസ്റ്റ് ചെയ്ത റോമൻ പടയാളികൾ ഒരു കൽത്തൂണോട് ചേർത്ത് കൊണ്ടുപോയി അവൻ്റെ കൈ നീട്ടി. ഈ ലേശം കേൾക്കട്ടെ, കർത്താവിൻ്റെ ക്രൂശിയ നീട്ടി നിർത്തി. നെഞ്ചത്തെ തൂണിങ്ങനെ വരത്തക്കവണ്ണം, തല ഇങ്ങനെ കുനിച്ച് നിർത്തണം. അത്ര പൊക്കമുള്ള തൂണാണ്, ഇങ്ങനെ നിൽക്കണം. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമകത്തിന് മിണ്ടാകുന്ന കുഞ്ഞാടിനെ പോലെ ആയിരുന്നു. കൽത്തൂണോട് നെഞ്ചോട് ചേർത്ത് കൽത്തൂണ് നിർത്തി, കൈ നീട്ടി കെട്ടിയിട്ട് കർത്താവ് കുനിച്ച് നിൽക്കുന്നു. അവരുടെ വസ്ത്രം മുഴുവൻ അവർ ഒഴിഞ്ഞു മാറ്റി. നിങ്ങൾ കാണുന്ന വസ്ത്രങ്ങൾ, ചിത്രങ്ങളിലൊക്കെ അല്പവസ്ത്രങ്ങളുണ്ട്. അത് ഡാവിഞ്ചി വരച്ച ചിത്രമാണ്. പക്ഷേ യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് അടിക്കുമ്പോൾ നൂല് വസ്ത്രം എൻ്റെ ദേഹത്തില്ലായിരുന്നു. ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിതനാക്കപ്പെടുക, വിവസ്ത്രനാക്കപ്പെടുക, അത് അപമാനമാണ്. ഏദനിൽ ആദാമി വർഗം നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം തിരികെ നൽകാൻ കർത്താവ് നമുക്ക് വേണ്ടി വിവസ്ത്രനായി. ഒരു ഇരുമ്പ് ദണ്ഡിൻ്റെ അത്ര തോൾവാറുകളുണ്ട്. ആ തോൾവാറിൻ്റെ അഗ്നത്ത്, ചാട്ടവാറിൻ്റെ അഗ്നത്ത് അസ്ഥി കഷ്ണങ്ങൾ, ഈയക്കട്ടികൾ, ചൂണ്ടക്കൊളുത്തുകൾ ബന്ധിച്ചിരിക്കുന്നു. കുനി നിൽക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ബലിഷ്ഠകായന്മാർ പടയാളികൾ അടിക്കുന്നു. ഓരോ അടി അടിക്കുമ്പോഴും അസ്ഥി കഷ്ണങ്ങളും ഈയക്കെട്ടുകളും ചൂണ്ടക്കൊളുത്തും നമ്മുടെ കർത്താവിനെ ശിലാഞ്ഞ് പതിക്കുന്നു. അത് വലിച്ചെടുക്കുമ്പോൾ മാംസക്കഷ്ണങ്ങളിരുന്ന് പോരുന്നു. ബേസിലെ വെള്ളത്തിൽ കലക്കുന്നു, വീണ്ടും അടിക്കുന്നു, വീണ്ടും കലക്കുന്നു, വീണ്ടും അടിക്കുന്നു, വീണ്ടും കലക്കുന്നു. 1 കുറേ 40 അടി, 39 അടി കർത്താവിൻ്റെ പുറത്ത് അവർ അടിച്ചു. അവസാന അടി വന്നപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ പുറം മുതുകത്തൊന്നും മാംസമില്ലായിരുന്നു. അസ്ഥികളിലേക്ക് അടികൾ ആണ്ടിറങ്ങാൻ തുടങ്ങി. സഹോദര സഹോദരി, നിൻ്റെ ദേഹത്ത് അസ്ഥിയിൽ ഇരുമ്പ് കഷ്ണം കൊണ്ടൊരടി കൊണ്ടാൽ എന്ത് വേദനയാണ്. ഏതാണ്ട് 39 അടി അടിച്ചിട്ട് അവനെ അവിടുന്ന് ഊരിയെടുത്തു. അപ്പോഴത്തേനും അടുത്ത ഓർഡർ വന്ന് ക്രൂശിക്കാൻ. യേശു കർത്താവ് 100 കിലോളം ഭാരമുള്ള കുരിശുമെടുത്ത് ഗൊൽഗോഥാവ് ലക്ഷ്യമാക്കി വീണ് എഴുന്നേറ്റ് നടക്കുകയാണ്.
ഞാൻ ഇസ്രായേലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കർത്താവ് വീണിടവും എഴുന്നേറ്റിടവും ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ക്രൂശിച്ചിടം ഞാൻ കണ്ടു. അവൻ്റെ ഡെഡ് ബോഡി വെച്ച ആ സെമിത്തേരിയിൽ ഞാൻ പോയി. അതിൻ്റെ മുമ്പിൽ, കല്ലറയുടെ മുമ്പിൽ ഒരു കൊച്ചു പൂന്തോട്ടത്തിൽ ഞാൻ കർത്തൃമേശ നടത്തിയിട്ടുണ്ട്. കർത്താവ് സഞ്ചരിച്ചതായ വഴിയിലൂടെ ഞാൻ പോയി. ഗലീലയിലും ഞാൻ കണ്ടു. അത് മാത്രമല്ല, ബെത്സയ പുൽക്കേട് കണ്ടു. 5 അപ്പം കൊണ്ട് 5000 പേരെ പേഷിപ്പിച്ച് മീൻപിടുത്തം നടത്തിയ ഗലീല കടലിലൂടെ ഞാൻ യാത്ര ചെയ്തു. എന്ന് പറഞ്ഞാൽ, നാട്ടുകാരെ, ഞങ്ങളുടെ കർത്താവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊന്നും കെട്ടുകഥയല്ല, അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ പൂഴിയാണ് ഇസ്രായേലിലുള്ളത്. അടിക്കപ്പെട്ട പുറം മുഴുവജാല് പോലെ കീറപ്പെട്ട നമ്മുടെ കർത്താവിനെ മണ്ണോട് ചേർത്ത് ഉരുട്ടി അവരെടുക്കും. അല്പം മുറിവിൽ, നിൻ്റെ ചെറിയ മുറിവിൽ അല്പം മണ്ണ് പറ്റിയാലും നീട്ടിലാണ്. പുറമടിച്ചുഴുവിയാൽ പോലെ കീറപ്പെട്ട കർത്താവിൻ്റെ മണ്ണോട് ചേർത്ത് ഉരുത്തിയെടുത്തിട്ട് 150 കിലോ 100 കിലോ ഭാരമുള്ള കുരിശുമായി ഗൊൽഗോത്താവിലേക്ക് യേശു നടക്കുന്നു. ഓരോ തവണ വീഴുമ്പോൾ മടിക്കും. അങ്ങനെ ആ വിലാപയാത്ര ഗൊൽഗോത്താവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുരിശെടുത്തവർ താഴെയിട്ടു. യേശുവിനെ പിടിച്ചവർ തള്ളി. ഒരു 60-കാരൻ താൻ കൊല്ലുന്ന മൃഗത്തോട് ദയ കാണിക്കാതെ പൊത്തോ എന്നവർ വീണു. അവൻ്റെ തല പിടിച്ച കുരിശിലവർ കുത്തി. അവൻ്റെ കൈയും കാലും വിരിച്ചു. അവനെ ആടിയടിച്ച് കയറ്റു. യേശു കർത്താവിൻ്റെ കൈയുടെ ഇവിടെ അല്ല അടിച്ചത്, ഇവിടെ അടിച്ച് ആണി ഇങ്ങനെ കയറ്റി ആ കുരിശിങ്ങനെ ഉയർത്തുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഈ 3 ആണിമേലായി. അങ്ങനെ തൂക്കപ്പെടുന്ന ഒരാൾക്ക് ശ്വസിക്കുവാൻ കഴിയില്ല. കാലിൽ കുത്തി യേശു കർത്താവ് ഓരോ ശ്വാസവും പുറത്തേക്ക് വിട്ടപ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ രക്തധമനികൾ പൊട്ടി രക്തം വിയർക്കുവാൻ തുടങ്ങി. കാൽവറിലേക്ക് നോക്കുക. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചു. യേശുവിനെ അടിച്ച മുൾക്കിരീടം ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ കൂർത്ത മുള്ളുകളാണ്. ഇത് വെച്ചടിക്കുമ്പോൾ യേശുവിൻ്റെ തലയോടുകൾ പൊട്ടി തലച്ചോറിലേക്ക് മുള്ളുകളാൻ തുടങ്ങി. തലയുടെ 4 വശത്തു നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. അവൻ്റെ കണ്ണ് നനച്ച് രക്തം ഒഴുകുന്നു. സഹോദര സഹോദരി, ഒരു തുള്ളി രക്തം നിൻ്റെ കണ്ണിൽ വീണാൽ എത്ര വലിയ നീട്ടിലാണ്. കർത്താവിന് കൈയെടുത്ത് ഉടയ്ക്കാൻ കഴിയുന്നില്ല. യേശു കർത്താവിൻ്റെ മുഖത്തുനിന്ന് രോമകൂപങ്ങൾ അവൾ പിഴുതെടുത്തു. ആ മുഖത്ത് നീര് വന്ന് വീർത്തു. ആ മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പി. അവൻ്റെ വിലാപ്പുറവർ കുത്തി തുറക്കപ്പെട്ടു. എന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുടമനത്തിൽ കണ്ടാൽ അളം തോന്നുമാറി വിരൂപനായി, കൈകാലുകൾ കാറ്റിലും പാണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കയ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപശാപ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസ്സിൽ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നാസറിയനായ യേശുവിനെ ഞങ്ങളിവിടെ ഉയർത്തുകയാണ്. സഹോദരാ, നീ അവനെ നന്നായി കാണുക. സഹോദരി, നീ അവനെ നന്നായി കാണുക. അവൻ നിനക്ക് പകരമായി മരിച്ചു. എത്ര പേർക്ക് കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയും? എന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചിതറിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ഈ രാത്രി നിൻ്റെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്. രോഗം സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. പൈശാചിക ബന്ധത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തിയുണ്ട്. ആ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. യേശു എന്തിനാണ് കാൽവറിയിൽ മരിച്ചത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം കൊണ്ട് എന്ത് ഗുണമുണ്ടായി? പത്രോസ് ലേഖനം പറയുന്നു, 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം. കൈയടിച്ച് സ്തോത്രം പറയാമോ? അവൻ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ ക്രൂശുമരണം കൊണ്ട് ഒന്നാമത് സാധിക്കേണ്ടത് പാപമോചനമാണ്. രണ്ടാമത് സാധിക്കേണ്ടതാണ് അടിപ്പിണരാലുള്ള സൗഖ്യം. സ്തോത്രം. എബ്രായർ 10:10, ആ ഇഷ്ടത്താൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പിണ്ടുക്കരക്കാരെ, യേശു കർത്താവ് ആണ്ടിലാണ്ടിൽ ജനിക്കുന്നില്ല, ആണ്ടിലാണ്ടിൽ മരിക്കുന്നില്ല, ആണ്ടിലാണ്ടിൽ ഉയർക്കുന്നില്ല. അവൻ ഒരിക്കലായി ജനിച്ചു, ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു, ഇനി ഒരിക്കലായി അവൻ മടങ്ങി വരും. എബ്രായർ 9:27, അനേകരുടെ ഒരിക്കൽ മരണവും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തു അങ്ങനെ തന്നെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ് കൈകളാട്ടി. ഈ രാത്രി ശബ്ദവീതിയിൽ ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തെ, യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് നിനക്കെന്ത് ഗുണമുണ്ടായി? ആ ഇഷ്ടത്താൽ യേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടെന്ന് പറയാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടോ? യേശു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് പലർക്കും പല ഗുണമുണ്ടായി. യഹൂദന്മാർക്കൊരു ബറബാസിനെ കിട്ടി, യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴയ അങ്കി കിട്ടി. നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിലാണ്ടിലൊരു ദുഃഖവെള്ളി ഉയർപ്പുഞ്ഞായരും കിട്ടി. യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ എനിക്ക് നിത്യജീവൻ കിട്ടി. കിട്ടിയെന്ന് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ആ ഉറപ്പ് പ്രാപിക്കണം.
അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പൊക്കുകയും ശുദ്ധീകരിക്കുന്നു. ഇനി അവൻ വരും. ഒരിക്കലവൻ വീണ്ടെടുപ്പുകാരനായി വന്നു. ഇനി വീണ്ടെടുക്കപ്പെട്ടവരെ വീട്ടിൽ ചേർക്കാൻ വരും. ഞാൻ എൻ്റെ വാക്കിലൂടെ നിർത്തേണ്ടിയിരിക്കുന്നു, സമയം പോയി. ജോൺ ഓക്സൻഹാം എന്നൊരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകമുണ്ട്, ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ഇത് നിർത്തുമ്പോൾ അവിടെ കൊണ്ട് നിർത്താനൊക്കെ. ജോൺ ഓക്സൻഹാം എഴുതിയ എഴുത്ത് ബറബാസിൻ്റെ സുവിശേഷം എന്നാണ്. അതൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹം ഭാവനയിൽ എഴുതിയതാണ്, സംഭവമായിരിക്കാം. നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ട അന്ന് ക്രൂശിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു ബറബാസ്. അവൻ്റെ മരണ ദിവസം അവൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി അവന് ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ അവൻ്റെ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു, വിശപ്പില്ല. മരണ ദിവസം അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പീലാത്തോസ് ചോദിക്കുന്നു, ഞാൻ ആരെ വിട്ടു തരണം? യേശുവിനെ വേണോ ബറബാസിനെ വേണോ? ജനം എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് ബറബാസിനെ വിട്ടു തരാം. അപ്പം യേശുവിനെ എന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കോ, അവനെ ക്രൂശിക്കോ, അവനെ ക്രൂശിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് പുരുഷാരംഗാന്റെ വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവിടെ അവർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. ഞങ്ങളുടെ മേൽ വരട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെന്ന് പറഞ്ഞ് വലിച്ചു കയറ്റി വെച്ചു. ആ രക്തപ്പഴം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ ഇപ്പോഴും സമാധാനമില്ല. അവിടെ അവർ പ്രാർത്ഥിക്കുന്ന ആകെ ഇച്ചിരിയോളം അതിലുണ്ട്. അതേ പോയി ഇങ്ങനെ തലയിട്ടിടിച്ച് ഇങ്ങനെ ആടിക്കോട്ടെ, ഇങ്ങനെ പിടിച്ചോണ്ടാ, മസിഹായേ നീ വരണമേ, മസിഹായേ നീ വരണമേ, നീ വരാതെ ഞങ്ങൾക്ക് സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന ഭയങ്കരമാണ്. ജോൺ ഓക്സൻഹാം എഴുതിയ പുസ്തകത്തിൽ വന്ന് ഞാൻ നിർത്താം. അവൻ്റെ ബറബാസിൻ്റെ മുമ്പിൽ അവൻ്റെ മരണ ദിവസം എഴുതി വെക്കുന്നു. അവൻ ഉറക്കം നഷ്ടപ്പെട്ടു. യേശുവിനെ ക്രൂശിച്ചന്ന് രാവിലെ ജയിൽ വാർഡൻ ഓടി അവൻ്റെ അരികിലേക്ക് വരികയാണ്. ബറബാസ്, അവൻ ഞെട്ടി എഴുന്നേറ്റ്, ഇന്ന് ക്രൂശിക്കപ്പെടാനുള്ള ദിവസമാണ്. ബറബാസ്, നിന്നോട് സത്വർത്തമാനം അറിയിപ്പാനുണ്ട്. എന്താണ് സത്വർത്തമാനം? നീ സ്വതന്ത്രനാക്കപ്പെടുവാൻ പോകുകയാണ്. അവന് ഞെട്ടി, ഞാൻ സ്വതന്ത്രനാക്കപ്പെടുക? അതെ ബറബാസ്, നിനക്ക് പകരം മറ്റൊരാൾ ഇന്ന് ക്രൂശിക്കപ്പെടാൻ പോകുന്നു. വീണ്ടും അവൻ്റെ അത്ഭുതം ഇട്ടിച്ചു, എനിക്ക് പകരം മറ്റൊരാൾ മരിക്കുകയോ? ഞാൻ ഈ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ പെറ്റതള പോലും എന്നെ കാണാൻ വന്നിട്ടില്ല, എൻ്റെ സ്നേഹിതരാരും വന്നില്ല. ഇപ്പോൾ ആർ എനിക്ക് പകരം മരിക്കാൻ തയ്യാറാകുന്നു? സ്തോത്രം. ബറബാസ്, നിനക്കറിയാമോ നസ്രയനായ യേശുവിനെ? അവൻ നിനക്ക് പകരം മരിക്കാൻ തയ്യാറായിരിക്കുന്നു. ബറബാസിന് ബന്ധനം അഴിച്ചു. പക്ഷേ അവിടെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നു, ഭ്രാന്തനെ പോലെ അലറിക്കരയാൻ തുടങ്ങി. യേശു എനിക്ക് പകരം മരിക്കുകയോ? നന്മ മാത്രം ചെയ്ത് ഈ പുത്രൻ എനിക്ക് പകരം മരിക്കുകയോ? മരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടാൻ തുടങ്ങി. ഓടി 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 ഗൊൽഗോഥാ കുന്നിലെത്തി. അപ്പോഴേക്കും താമസിച്ചു പോയിരുന്നു നസ്രയനായ യേശു ക്രിസ്തു. ബറബാസിന് വേണ്ടി മാത്രമല്ല, സകല മാനവജാതിക്ക് രക്ഷയ്ക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടിരുന്നു. ബറബാസ് ഓടി യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് കിടന്നു. ഞാൻ പറഞ്ഞു, ഇത് എഴുതിയത് ജോൺ ഓക്സൻഹാമാണ്, ഞാനല്ല. ഞാൻ ആ ഭാവന പറയുന്നേ ഉള്ളൂ. അവൻ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ കാൽവറിയിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകി അവൻ്റെ ദേഹത്തേക്ക് ചുറ്റി വീഴുകയാണ്. ജോൺ ഓക്സൻഹാം പറഞ്ഞതായി പറഞ്ഞൊരു ആ പുസ്തകം ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ എഴുത്തുകാരൻ ജോൺ ഓക്സൻഹാം ബറബാസ് പറഞ്ഞതായി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാചകം ഇതാണ്: ഐ ഷുഡ് ഹാവ് ബീൻ ഹാങ്ങിങ് ദെയർ, നോട്ട് ഹി ഡൈഡ് ഫോർ മീ. ഞാനായിരുന്നു ഇവിടെ ക്രൂശിക്കപ്പെടേണ്ടത്, അവനല്ല. അവൻ എനിക്ക് പകരം മരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവവേദലേ, ഇന്നേക്ക് 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഞാനിവിടെ ഉയർത്തുകയാണ്. നമ്മളായിരുന്നു അവിടെ ക്രൂശിക്കപ്പെടേണ്ടത്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 10 പേർക്ക് യേശു മരിച്ചെന്ന് വിശ്വസിച്ചാൽ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, വാ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷയാ. ഇവിടെ രക്ഷിക്കപ്പെടാത്ത ആരും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചൊവ്വാഴ്ചയുടെ കേൾക്കുന്ന സുഹൃത്തെ, ക്രിസ്തു മരിച്ചത് നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്, എൻ്റെ പാപ പരിഹാരമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഏറ്റുപറയുക, യേശുവേ നീ എനിക്കായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. നിൻ്റെ പാവം രക്തത്തോണ്ട് എൻ്റെ പാപം കഴുകണമേ, നിൻ്റെ പൈതലാക്കി എന്നെ മാറ്റണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ യേശുവിൻ്റെ രക്തം സകല പാവവും പൊക്കി ശുദ്ധീകരിക്കുന്ന രക്തം.